അത് വെയിറ്റ് 91.7 ആണ്. കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കുറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. സ്റ്റക്കാവുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒന്നും കഴിക്കാറില്ല. പാലോ ചായ എന്തെങ്കിലും കാച്ചി കുടിക്കുക, അങ്ങനെ എന്തെങ്കിലുമാണ് ചെയ്യാറ്. ഉച്ചയ്ക്കും രാത്രിയും കഴിക്കും, അങ്ങനെയാണ് ചെയ്യാറ്. നോക്കാം. ഇന്ന് മാർച്ച് 7-ാം തീയതി ശനിയാഴ്ചയാണ്. വെയിറ്റ് 91.7 ആയിട്ടുണ്ട്. കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നും കുറയുമെന്ന് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ സാധാരണ ഇന്നലത്തെ പോലെ പാലാണ് കാച്ചി എടുത്തുകൊണ്ട് വന്നത്. ഇന്നലെ എന്തോ കഴിച്ചെന്ന് എനിക്ക് മറന്നു. എന്തായാലും പാലല്ലെങ്കിൽ ചായ ആയിരിക്കും. അപ്പോൾ പാല് കാച്ചി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് പോയിട്ട് ഒരു 2-3 മണിയാകുമ്പോൾ എന്തെങ്കിലും കഴിക്കണം. രാത്രി ഒരു നേരം കഴിക്കണം. പിന്നെ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാത്രി ഉറങ്ങും മുമ്പ് കഴിക്കും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഫോളോ ചെയ്യണം. ഇതൊരു ഹെൽത്തി റൊട്ടീനാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഒരു നേരം ഫുഡ് ഒഴിവാക്കി കൊണ്ടുള്ളൊരു ഡയറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് രാത്രി എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാവിലെ ഒഴിവാക്കണമെന്നേ ഉള്ളൂ. രാവിലെ ഒഴിവാക്കണില്ല, ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യണം, വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ കുറച്ച് വീതം നട്ട്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അത് പതിയെ നമുക്ക് ചെയ്യാം. എന്തായാലും ഇത് പെട്ടെന്നൊന്നും ഒരു വണ്ണം കുറയില്ല. കുറഞ്ഞാലും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. കാരണം പെട്ടെന്ന് വണ്ണം വയ്ക്കുന്ന ബോഡിയാണ്, PCOD ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിലും കുറച്ച് അൺഹെൽത്തി ഫുഡും കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. എനിക്ക് അൺഹെൽത്തി അല്ലെങ്കിൽ ബേക്കറി ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടി വരും. ആഴ്ച 2-3 ദിവസമെങ്കിലും ഞാൻ കഴിക്കും. അത് ശീലമായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നോക്കാം. പിന്നെ ഞാൻ ഇന്നലെ പപ്പായ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിലുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അത് ഞാൻ ഇന്നും ചെയ്യും. എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസമൊക്കെ അത് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. വീട്ടിലൊരു മരമുണ്ട്, അത് ഇന്ന് പഴുത്ത് കിട്ടണുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ വിചാരിച്ചു. കുഞ്ഞുനാളിൽ ഇത് ചെയ്തിട്ടുണ്ട് 10ലൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ചെയ്യണം. ക്രീമൊക്കെ വാങ്ങിക്കാൻ പൈസ കളയണേനെക്കാട്ടി നല്ലതല്ലേ വീട്ടിലെന്തെങ്കിലും ഉള്ളതിപ്പോൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഇടണത്. അപ്പോൾ അത് നോക്കാം. അത് ഇട്ടിട്ട് എന്തെങ്കിലും ഗ്ലോ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽഡായിട്ടൊന്നുമില്ല, പപ്പായ എടുത്ത് മുഖത്ത് ഇട്ടാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി. അതാണ് ഞാൻ എടുത്തുകൊണ്ട് വന്ന പാലിൻ്റെ ഇത്. ഒരു ചെറിയ കപ്പിൽ, സാധാരണ ചായ കപ്പിൽ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് കുടിച്ചിട്ട് ഇനി താഴെ പോയി ജോലിയുണ്ട്. നമ്മൾ ഇങ്ങനെ അടുക്കള ജോലി ഡിവൈഡ് ചെയ്താണ് ചെയ്യണം. ഓരോ ദിവസം അമ്മ എന്നും കയറും. അതിൻ്റെ കൂടെ നമ്മൾ ഓരോ ദിവസം മാറി സഹായിച്ചു കൊടുക്കും. അപ്പോൾ ഇല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്കാകുമ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ട്, പ്രായമൊക്കെ ആയി വരെയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ സഹായിച്ചു കൊടുക്കും. അപ്പോൾ ഇന്ന് ഞാനാണ് ജോലി ചെയ്യേണ്ട. അപ്പോൾ ഞാൻ പോയി സഹായിച്ചിട്ട് വന്നിട്ട് ടാരോ ഡെക്ക് കണ്ടോ, ഇത് പഠിക്കും. ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരണുണ്ട്. അപ്പോൾ ആദ്യമേ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി മനസ്സിലായി വരണുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കണം. പിന്നെ ഡയറ്റീഷ്യൻ കോഴ്സും പഠിക്കണം. പക്ഷേ ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം അതിലാണ്. കാരണം ചാനലിൽ വീഡിയോസ് ഇട്ട് തുടങ്ങണം അതിന് വേണ്ടിയിട്ട്. ഈ ചാനലിലല്ല, വേറെ ചാനലിൽ. ഒരു ദിൽക്കുഷ് എടുത്തിട്ടുണ്ട്, ഇത് കഴിക്കാം. മണി 1 ആയിട്ടുണ്ട്. എനിക്ക് നല്ല വിശന്ന് വയ്യായിരുന്നു. അതുകൊണ്ടാണ് ഒരു ദിൽക്കുഷ് കഴിച്ചത്. ഇപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാം. 2 അല്ലെങ്കിൽ 3 മണിയാകുമ്പോൾ കഴിക്കണം. ഞാൻ കാണിച്ചു തരാം. ചോറ് ചക്കയൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ആയിരിക്കും കഴിക്കണം. അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ. ഇപ്പോൾ ഇന്നലത്തെ വെള്ളത്തിൻ്റെ ബാക്കി കുറച്ചുണ്ട്. അപ്പോൾ ഇത് കുടിച്ചിട്ട് വേറെ വെള്ളം ഫില്ല് ചെയ്യാം. കുറച്ച് നേരം ടാരോ റീഡിങ് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് പഠിച്ചിട്ടായിരിക്കും കഴിക്കാൻ വേണ്ടി പോകണം. എന്നിട്ട് വന്ന് വീണ്ടും പഠിക്കാറുണ്ട്. കുറേ നേരം എടുക്കും അത്. എന്നാലും ഇപ്പോൾ വെള്ളം കുടിച്ചിട്ട് കുറച്ച് നേരം പഠിക്കാം. ഇത്രയും തല കഴിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഇത് ചക്ക, മീൻകറി, പൊരിച്ച മീൻ. അപ്പോൾ ഇതാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു 1:30 സമയം 3 മണിയായി വൈകുന്നേരം. ഇതിലൊരു മിൽക്ക് കേക്കും കഴിച്ച് 1 പിടി മിച്ചറും കഴിക്കുവാണ്. ഇത് ഇത്രയും നീളമുണ്ട്. പിന്നെ 1 പിടി മിച്ചർ കഴിച്ചു. അപ്പോൾ ഇതും കൂടെ കഴിക്കുവാണ്.
വീടിനടുത്ത് ഒരു ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ ഇതുവരെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് പോയി തൊഴുത് കുറച്ച് കൺഫ്യൂഷനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വന്നില്ല, വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ടോസ് ഇട്ടെടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഗവൺമെൻറ് ജോലി വേണോ അതോ ടാരോ റീഡിങ്ങും ഡയറ്റീഷ്യൻ കോഴ്സും ഒക്കെ മതിയോ, ഏതാണ് എനിക്ക് നല്ലത് എന്നൊക്കെ അറിയാനാണ് പോയത്. മെയിനായിട്ട് അതായിരുന്നു ഉദ്ദേശം. വേറെ 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, എന്നാലും മെയിനായിട്ട് അതായിരുന്നു. പോയിട്ട് വന്നിട്ടുണ്ട്. ചായ കുടിച്ചില്ല. ചായ കുടിക്കാൻ വിശപ്പ് തോന്നാനില്ല. നേരത്തെ സ്നാക്സൊക്കെ കഴിച്ചല്ലോ, മിച്ചറും മിൽക്ക് കേക്കും ഒക്കെ കഴിച്ചല്ലോ. അപ്പോൾ ഇപ്പോൾ സമയം 6:10. ഇനിയിപ്പോൾ വേണമെങ്കിൽ പോയി ഒരു ചായ ഇട്ട് കുടിക്കാം. ചായ ഇടണമെങ്കിൽ ഞാനത് വീഡിയോയിൽ കാണിക്കാം കഴിക്കണമുണ്ടെങ്കിൽ. പിന്നെ ഇനി രാത്രി എന്ത് കഴിക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ, നോക്കട്ടെ. അതൊക്കെ ഞാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി പോയതാണ്. ഭയങ്കര കൺഫ്യൂഷനാണ് ഈ ഗവൺമെൻറ് ജോലി. കാരണം നമ്മൾ പഠിച്ച് വന്നതും ഒക്കെ അതിന് വേണ്ടിയിട്ടായതുകൊണ്ടേ പെട്ടെന്നൊരു മാറ്റം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചേഞ്ച് ബാക്കി ഫ്ലെക്സിബിളാണ് ഞാൻ, എന്നാലും അതെനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഏത് ജോലി പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങൾ നീണ്ട കൺഫ്യൂഷനാണെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കൺഫ്യൂഷൻ മാറ്റാറ്. അപ്പോൾ എന്തായാലും ഇനി ബാക്കി പരിപാടിയൊക്കെ നോക്കണം, എന്തെങ്കിലും കഴിക്കണം. ഇപ്പോഴല്ല, രാത്രി. അത് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാം. വീട്ടിലെ ഏറ്റവും ചെറിയ കപ്പിൽ 1/2 കപ്പ് ചായ കിട്ടിയിട്ടുണ്ട്. ഞാൻ കോവിലിൽ പോയിട്ട് വന്നപ്പോൾ പാലൊക്കെ കഴിഞ്ഞു. അവരെല്ലാവരും ചായ ഇട്ട് കുടിച്ചെന്നാണ് തോന്നണത്. ഇതൊരു പേരയ്ക്ക എടുത്തിട്ടുണ്ട്. വിശന്നുകൊണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയാണ് എടുത്തത്. പിന്നെ കുറച്ച് ചായ കണ്ടുകൊണ്ട് അത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു തെരളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് രാത്രി കഴിക്കണം. ഇനി എന്തെങ്കിലും ചിലപ്പോൾ കഴിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. 3 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ചെറിയ ചപ്പാത്തിയാണ്. മീൻ കറിയാണ് എടുത്തേക്കണം. മറ്റേ കറിയൊക്കെ കഴിഞ്ഞെന്നാണ് തോന്നണം. പിന്നെ ഒരു ചെറിയ കട്ടൻ ചായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡിന്നറ്. ചോറുണ്ടായിരുന്നു. ചോറ് ഡയറ്റിംഗ് ആകുമ്പോൾ നമ്മൾ ഒഴിവാക്കാൻ പറ്റണ അത്രേ ഒഴിവാക്കുക. മാക്സിമം ഒഴിവാക്കണം, നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അറിവ്. കാർബല്ലേ, അത് പെട്ടെന്ന് വിശക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ച് ദഹിക്കാൻ താമസമുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്ത് ദഹിക്കുമ്പോൾ അത്രയും നേരം വിശക്കില്ല. പിന്നെ ഇനി എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും രാത്രി കഴിച്ചാലായി. അത് ഉറക്കം വരും മുമ്പെങ്ങാനും. അല്ലാതെ ഡിന്നർ ഇത് കഴിക്കുകയാണ്. നാളെ വെയിറ്റ് കുറയുമെന്നൊന്നും വലിയ പ്രതീക്ഷയില്ല, എന്നാലും കഴിക്കാമെന്ന് വിചാരിച്ചു. കുറഞ്ഞില്ലെങ്കിൽ നമുക്കപ്പം നോക്കാം. 12:20 അപ്പോൾ ഇതൊരെണ്ണം കഴിച്ചിട്ട് വെള്ളവും കുടിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ്. നല്ല ഉറക്കം വരണുണ്ട്. അപ്പോൾ പിന്നെ രാത്രി വെറുതെ ഇരിക്കണ്ടല്ലോ, രാവിലെ നേരത്തെ എണീറ്റ് ശീലിക്കാമല്ലോ. അപ്പോൾ ഇന്ന് 8-ാം തീയതിയാണ് മാർച്ച്. അപ്പോൾ ഇന്ന് രാവിലത്തെ വെയിറ്റ് നോക്കാം. 12:30 ഉച്ചയായി. എന്നിട്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ്. 91.6.